നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കട്ടപ്പന കുന്തളംപാറയിൽ വയോധികയെ വീട്ടിൽ കയറി ആക്രമിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതി മണിക്ക് ജീവപര്യന്തം തടവ്. മണി അമ്മിണിയെ കൊലപ്പെടുത്തിയത് 2020. വിവിധ വകുപ്പുകളിലായി പ്രതി 23 വർഷം ശിക്ഷ അനുഭവിക്കണം. ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. സസ്പെൻഷൻ ചിന്നക്കനാലിൽ റവന്യൂ വകുപ്പ് സ്റ്റോപ്പ് മെമ്മോ നൽകിയ കെട്ടിടങ്ങൾക്ക് പ്രവർത്തനാനുമതി നൽകിയതിനെ തുടർന്ന് പ്രവർത്തനം നിർത്തിവെച്ച 7 കെട്ടിടങ്ങൾക്ക് പഞ്ചായത്ത് സെക്രട്ടറി വീണ്ടും അനുമതി നൽകിയതായി വിജിലൻസ് പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. ചൊക്രമുടി സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ബൈസൺ വാലി വില്ലേജ് ഓഫീസിന് മുമ്പിൽ സംഘടിപ്പിച്ച സമരം ദേവികുളം MLA അഡ്വക്കേറ്റ് A. രാജ ഉദ്ഘാടനം ചെയ്തു. മൈജോ ജോസഫ് റവന്യൂ മന്ത്രിക്ക് നൽകിയ കത്തിനെ തുടർന്നാണ് ചൊക്രമുടിയിൽ ഭൂമി അളന്നു തിരിച്ച് നൽകിയതെന്ന ആരോപണം. ചൊക്രമുടിയിൽ വില്ലേജ് ഓഫീസ് ഉദ്യോഗസ്ഥർ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിന്നെന്നും MLA. ചിന്നക്കനാടിൽ ആദിവാസി ഭൂമി വനംവകുപ്പ് കയ്യേറി. വനവിജ്ഞാപനമിറക്കിയതിൽ പട്ടികവർഗ ഏകോപന സമിതി ഗവർണർക്ക് പരാതി നൽകി. വനവിജ്ഞാപനമിറക്കിയത് ആദിവാസികൾക്ക് വിതരണത്തിനായി മാറ്റിയിട്ട ഭൂമിയാണെന്നും വിജ്ഞാപനം റദ്ദു ചെയ്ത് ഭൂമി ആദിവാസി കുടുംബങ്ങൾക്ക് പതിച്ചു നൽകണമെന്നും ആവശ്യം. ചിന്നക്കനാൽ മേഖല വനമാക്കുന്നതിന് വനം റവന്യൂ വകുപ്പുകൾ ഗൂഢാലോചന നടത്തിയെന്നും പട്ടികവർഗ സമിതി. വിശദമായ വാർത്തകൾ. കട്ടപ്പന കുന്തളംപാറയിൽ വയോധികയെ വീട്ടിൽ കയറി ആക്രമിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതി മണിക്ക് ജീവപര്യന്തം തടവ്. 2020 മണി വയോധികയായ അമ്മിണിയെ കൊലപ്പെടുത്തിയത്. പ്രതിക്കെതിരെ മോഷണം, അതിക്രമിച്ച് കയറൽ എന്നീ കുറ്റങ്ങളും കണ്ടെത്തി. വിവിധ വകുപ്പുകളിലായി 23 വർഷം ശിക്ഷ അനുഭവിക്കണം. മുട്ടം കോടതിയാണ് ശിക്ഷ വിധിച്ചത്. 2020 ജൂൺ 2 രാത്രിയാണ് അമ്മിണിയെ പ്രതി വീട്ടിലെത്തി കൊലപ്പെടുത്തിയത്. ബലാത്സംഗ ശ്രമം എതിർത്ത വൃദ്ധയെ പ്രതി കത്തികൊണ്ട് കുത്തുകയായിരുന്നു. തുടർന്ന് അമ്മിണിയുടെ വീട്ടിൽ നിന്ന് ഉപകരണങ്ങൾ മോഷ്ടിക്കുകയും തെളിവ് നശിപ്പിക്കുകയും ചെയ്തു. വീട് അടച്ചിട്ടിരുന്നതിനാൽ അയൽവാസികൾ അമ്മിണിയെക്കുറിച്ച് അന്വേഷിച്ചില്ല. തുടർന്ന് ജൂൺ 6 രാത്രി അയൽപ്പക്കത്തെ വീട്ടിൽ നിന്ന് തൂമ്പ വാങ്ങി അമ്മിണിയുടെ വീടിനോട് ചേർന്ന് പ്രതി കുഴിയെടുത്തു. 7 രാത്രി മൃതദേഹം വലിച്ചു കൊണ്ടുപോയി മറവ് ചെയ്തു. പിന്നീട് പ്രതി തമിഴ്നാട്ടിലേക്ക് കടക്കുകയായിരുന്നു. അമ്മിണിയെ കാണാനില്ലെന്ന ബന്ധുക്കളുടെ പരാതിയിൽ പോലീസ് അന്വേഷണത്തിനിടെ ജൂലൈ 14 മൃതദേഹം സാരിയിൽ പൊതിഞ്ഞ മണ്ണിൽ കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയത്. തുടരന്വേഷണത്തിൽ ജൂലൈ 22 തേനി ബസ് സ്റ്റാൻഡിൽ നിന്നും മണിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതിക്കെതിരെ മോഷണം, അതിക്രമിച്ചു കയറൽ എന്നീ കുറ്റങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. വിവിധ വകുപ്പുകളിലായി 23 വർഷം ശിക്ഷ അനുഭവിക്കണം. ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. ചിന്നക്കനാലിൽ റവന്യൂ വകുപ്പ് സ്റ്റോപ്പ് മെമ്മോ നൽകിയ കെട്ടിടങ്ങൾക്ക് പ്രവർത്തനാനുമതി നൽകിയതിനെ തുടർന്നാണ് പഞ്ചായത്ത് സെക്രട്ടറിയെ സസ്പെൻഡ് ചെയ്തത്. ഹൈക്കോടതി ഉത്തരവിനെ മറികടന്നാണ് സെക്രട്ടറി പ്രവർത്തനാനുമതി നൽകിയത്. പ്രവർത്തനം നിർത്തിവെച്ച 7 കെട്ടിടങ്ങൾക്കും പഞ്ചായത്ത് സെക്രട്ടറി വീണ്ടും അനുമതി നൽകിയതായി വിജിലൻസ് പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. ചിന്നക്കനാലിൽ റവന്യൂ വകുപ്പ് സ്റ്റോപ്പ് മെമ്മോ നൽകിയ കെട്ടിടങ്ങൾക്ക് പ്രവർത്തനാനുമതി നൽകിയതിനെ തുടർന്നാണ് പഞ്ചായത്ത് സെക്രട്ടറിയെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തത്. നിയമലംഘനം കണ്ടെത്തിയതിനെ തുടർന്ന് ഇടുക്കി ജില്ലയിലെ 57 കെട്ടിടങ്ങൾക്കാണ് റവന്യൂ വകുപ്പ് സ്റ്റോപ്പ് മെമ്മോ നൽകിയത്. റവന്യൂ വകുപ്പിന്റെ നടപടി നേരിട്ട കെട്ടിടങ്ങളിൽ യാതൊരുവിധ പ്രവർത്തനങ്ങളും അനുവദിക്കരുതെന്ന് ഹൈക്കോടതി വിധിയുമുണ്ടായി. ഇതിൽ ഉൾപ്പെട്ട ചിന്നക്കനാൽ പഞ്ചായത്തിലെ 7 കെട്ടിടങ്ങൾക്കാണ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി മധുസൂദനൻ ഉണ്ണിത്താൻ വീണ്ടും പ്രവർത്തനാനുമതി നൽകിയത്. സംഭവത്തിൽ തദ്ദേശ സ്വയംഭരണ പ്രിൻസിപ്പൽ ഡയറക്ടർ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിടുകയും വിജിലൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ക്രമക്കേടുകൾ കണ്ടെത്തുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് സെക്രട്ടറിയെ സസ്പെൻഡ് ചെയ്യുകയുമായിരുന്നു. ഹൈക്കോടതി വിധിയെപ്പറ്റി അറിവില്ലായിരുന്നുവെന്നാണ് പഞ്ചായത്ത് സെക്രട്ടറി ഈ വിഷയത്തിൽ നൽകിയ വിശദീകരണം. എന്നാൽ ഈ കെട്ടിടങ്ങൾക്ക് മെമ്മോ നൽകിയതും ഇതേ സെക്രട്ടറിയാണെന്നതാണ് വസ്തുത. സെക്രട്ടറിയോട് നേരിട്ട് കോടതിയിൽ ഹാജരാകാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. റവന്യൂ വകുപ്പിനെ രൂക്ഷമായി വിമർശിച്ച് ദേവികുളം MLA അഡ്വക്കേറ്റ് A. രാജ. ജില്ലയിൽ നടന്ന പട്ടയമേളയിൽ ജില്ലയിലെ സാധാരണക്കാർക്ക് പട്ടയം നൽകിയില്ല. മൈജോ ജോസഫ് റവന്യൂ മന്ത്രിക്ക് നൽകിയ കത്തിനെ തുടർന്നാണ് ചൊക്രമുടിയിൽ ഭൂമി അളന്നു തിരിച്ചു നൽകിയതെന്നും MLA ആരോപിച്ചു. ചൊക്രമുടി സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നടന്ന ബൈസൺ വാലി വില്ലേജ് ഓഫീസ് ഉപരോധം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചൊക്രമുടിയിൽ വില്ലേജ് ഓഫീസ് ഉദ്യോഗസ്ഥർ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിന്നെന്നും MLA വിമർശനം ഉന്നയിച്ചു. കേരളത്തിലെ ഉയരം കൂടിയ 2ാമത്തെ മലയായ ചൊക്രമുടിയെ സംരക്ഷിക്കുക, റവന്യൂ ഭൂമി കയ്യേറി പ്ലോട്ടുകൾ തിരിച്ചു വിൽപ്പന നടത്തിയ ഭൂമാഫിയ സംഘത്തിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുക, ഭൂമാഫിയ സംഘത്തിന് ഒത്താശ ചെയ്ത റവന്യൂ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്കെതിരെ മാതൃകാപരമായ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുക, ഭൂമി കൈമാറ്റത്തിന് പിന്നിൽ നടന്ന കള്ളപ്പണ ഇടപാടിനെപ്പറ്റി കേന്ദ്ര ഏജൻസി അന്വേഷിക്കുക,
സർക്കാർ ഭൂമി കയ്യേറ്റക്കാരിൽ നിന്നും വീണ്ടെടുത്ത് സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ചൊക്രമുടി സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ബൈസൺവാലി വില്ലേജ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. ദേവികുളം MLA അഡ്വക്കേറ്റ് A. രാജ സമരം ഉദ്ഘാടനം ചെയ്തു. ചൊക്രമുടിയിൽ വില്ലേജ് ഓഫീസ് ഉദ്യോഗസ്ഥർ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിന്നു. മൈജോ ജോസഫ് റവന്യൂ മന്ത്രിക്ക് നൽകിയ കത്തിനെ തുടർന്നാണ് ചൊക്രമുടിയിൽ ഭൂമി അളന്നു തിരിച്ചു നൽകിയത്. ജില്ലയിൽ നടന്ന പട്ടയമേളയിൽ ജില്ലയിലെ സാധാരണക്കാർക്ക് പട്ടയം നൽകിയില്ലെന്നും A. രാജ ആരോപിച്ചു. എന്നാൽ ആ പട്ടയത്തിന്റെ മറവിൽ പട്ടയം ലഭിക്കാത്ത സ്ഥലത്ത് സർക്കാർ പുറമ്പോക്കാണ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന സ്ഥലമാണ് വില്ലേജ് ഓഫീസിലെ ഉദ്യോഗസ്ഥന്മാർ മുതൽ അതിന്റെ പേരിലേക്കുള്ള തഹസിൽദാർ, സർവേയർ, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ, പോലീസുകാർ ഇവരെല്ലാം ചേർന്നുകൊണ്ടാണ് കഴിഞ്ഞ ഒരു വർഷത്തിന്റെ ഇടയിൽ അവിടെ അനധികൃതമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നു. ഇവരൊന്നും തിരിഞ്ഞു നോക്കിയിട്ടില്ല. കഴിഞ്ഞ 12 മാസമായി അവിടുത്തെ പ്രവർത്തനങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. റോഡ് മുറിച്ചു കീറുന്നു, നീർച്ചാലുകളെല്ലാം മാറ്റിയിടുന്നു, കുളം നിർമ്മിക്കുന്നു, പാരഗണനം നടത്തുന്നു, അവിടെ മരം മുറിക്കുന്നു, എന്നിട്ട് പ്ലോട്ട് തിരിക്കുന്നു. ഇതെല്ലാം നടക്കുന്നു. എന്നാൽ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ ഇതൊന്നും തിരിച്ചറിഞ്ഞില്ല, ഇതൊന്നും കണ്ടില്ല എന്ന് കേൾക്കുമ്പോഴാണ് നമുക്കതിൽ സംശയം വരുന്നത്. സാധാരണ വില്ലേജ് ഓഫീസിലെ ഉദ്യോഗസ്ഥന്മാർ നന്നായിട്ട് പണി ചെയ്യുമെന്നുള്ളത് നമുക്കിപ്പോൾ മനസ്സിലായി. അവർക്ക് പണി അറിയാത്തവരല്ല, പണിയറിയാത്ത ആളുകളല്ല. ഒരു മാസത്തിനുള്ളിൽ ഇവിടെ സാധാരണപ്പെട്ട ഒരു മനുഷ്യൻ ഇവിടെ ഒരു ജാതി സർട്ടിഫിക്കറ്റിന് പോട്ടെ, നിയമം പറയും 1950 മുമ്പ് നിങ്ങൾ ഇവിടെ വന്നിരിക്കണം, അതിന്റെ രേഖകൾ കൊണ്ടുവരണം. കേരളം രൂപീകരിക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ എത്തിയിട്ടുള്ള ആളുകൾക്കാണ് നിയമം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പൊട്ടൻകാട് ടൗണിൽ നിന്നും പ്രകടനമായി എത്തിയാണ് വില്ലേജ് ഓഫീസ് ഉപരോധിച്ചത്. പ്രദേശവാസികളും ചൊക്രമുടിക്കുടിയിലെ ആദിവാസികളും സ്ത്രീകളും ഉൾപ്പെടെ നിരവധി ആളുകൾ സമരത്തിൽ പങ്കെടുത്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോയ്ച്ചൻ കുന്നേൽ മുഖ്യപ്രഭാഷണം നടത്തി. സംരക്ഷണ സമിതി ചെയർമാൻ VB സന്തോഷ്, കൺവീനർ VK ഷാബു, വൈസ് ചെയർമാൻ CB ബൈജു തുടങ്ങിയവർ സംസാരിച്ചു. ചിന്നക്കനാലിൽ ആദിവാസി ഭൂമി വനം വകുപ്പ് കയ്യേറി വനവിജ്ഞാപനം ഇറക്കിയതിൽ പട്ടികവർഗ ഏകോപന സമിതി ഗവർണർക്ക് പരാതി നൽകി. വനവിജ്ഞാപനം ഇറക്കിയത് ആദിവാസികൾക്ക് വിതരണത്തിനായി മാറ്റിയിട്ട ഭൂമിയാണെന്നും വിജ്ഞാപനം റദ്ദ് ചെയ്ത് ഭൂമി ആദിവാസി കുടുംബങ്ങൾക്ക് പതിച്ചു നൽകണമെന്നും പരാതിയിൽ സൂചിപ്പിക്കുന്നു. ചിന്നക്കനാൽ മേഖല വനമാക്കുന്നതിന് വനം റവന്യൂ വകുപ്പുകൾ ഗൂഢാലോചന നടത്തിയെന്നും പട്ടികവർഗ സമിതി ആരോപിച്ചു. 2002 ഭൂരഹിതരായ പട്ടികവർഗക്കാർക്ക് വിതരണത്തിനായി ചിന്നക്കനാലിൽ ഏറ്റെടുത്തത് 1490 ഏക്കർ ഭൂമിയാണ്. എന്നാൽ 3 ഘട്ടമായി വിതരണം നടത്തിയത് 668 ഏക്കർ മാത്രം. ബാക്കി 822 ഏക്കർ ഭൂമി വിതരണം ചെയ്യാൻ നടപടി സ്വീകരിച്ചില്ല. ഈ ഭൂമിയാണ് ഇപ്പോൾ റിസർവ് ഫോറസ്റ്റിന്റെ കരട് വിജ്ഞാപനമിറക്കിയത്. ആദിവാസികൾക്ക് അനുവദിച്ച ഭൂമി വനംവകുപ്പ് കൈയടക്കുന്നത് ഭരണഘടനാ ലംഘനമാണെന്നും വിഷയത്തിൽ ഇടപെടണമെന്നും ആവശ്യപ്പെട്ട ഗവർണർക്ക് പരാതി നൽകിയതായി പട്ടികവർഗ ഏകോപന സമിതി ഭാരവാഹികൾ പറഞ്ഞു. ഈ ചിന്നക്കനാൽ ഭൂമി വനം ഏറ്റെടുക്കുന്നതിന് സംബന്ധിച്ചുള്ള വനവിജ്ഞാപനം റദ്ദ് ചെയ്യണമെന്നുള്ള ആവശ്യമായിട്ട് ഞങ്ങൾ ബഹുമാനപ്പെട്ട കേരള ഗവർണറെ കാണുകയും നിവേദനം നൽകുകയും ചെയ്തിട്ടുണ്ട്. വീണ്ടും അടുത്ത ആഴ്ചയിൽ ഞങ്ങൾ അദ്ദേഹത്തെ വീണ്ടും ഒരു വട്ടം കൂടി കാണുവാനുള്ള അവസരം ചോദിച്ചിട്ടുണ്ട്. അത് ലഭിക്കും എന്നാണ്. അതിനകത്ത് ഞങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്ന ആദിവാസികൾക്ക് അനുവദിച്ചിരിക്കുന്ന ഭൂമി ഉൾപ്പെടെയാണ് 1000 ഏക്കർ ഭൂമി ഇതിൻ്റെ അകത്ത് വനവിജ്ഞാപനത്തിൽ അവർ വനം വകുപ്പ് ബലമായിട്ട് ഏറ്റെടുക്കുന്ന ആ ഉത്തരവ് ക്യാൻസൽ ചെയ്യണമെന്നുള്ള ആവശ്യമാണ് ബഹുമാനപ്പെട്ട ഗവർണറോട്. അദ്ദേഹം അത് പരിഗണിക്കും എന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ സമീപിച്ചിരിക്കുന്നതും ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതും. കരട് വിജ്ഞാപനം ഇറങ്ങിയതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്ന സാഹചര്യത്തിൽ തുടർ നടപടികൾ നിലവിൽ സംസ്ഥാന സർക്കാർ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. പൂപ്പാറയിൽ ജീപ്പ് ഇടിച്ച് തെറിപ്പിച്ച് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. പൂപ്പാറ സ്വദേശി കൊല്ലംപറമ്പിൽ വിഷ്ണുവാണ് മരിച്ചത്. കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയാണ് ഇരുചക്ര വാഹനത്തിൽ യാത്ര ചെയ്തിരുന്ന വിഷ്ണുവിനെ എതിർദിശയിൽ വന്ന ജീപ്പ് ഇടിച്ച് തെറിപ്പിച്ചത്. ജീപ്പ് ഓടിച്ചിരുന്ന NR സിറ്റി സ്വദേശി ബിനോജിനെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് കേസെടുത്തു. കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി 9 മണിയോടെയാണ് അപകടമുണ്ടായത്. എസ്റ്റേറ്റ് പൂപ്പാറയ്ക്ക് സമീപത്തായിട്ടായിരുന്നു അപകടം. അമിത വേഗതയിലെത്തിയ ജീപ്പ് മറ്റൊരു വാഹനത്തെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെയെ എതിർദിശയിൽ നിന്നും എത്തിയ വിഷ്ണുവിനെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. ശേഷം ജീപ്പ് നിർത്താതെ പോയി. ശബ്ദം കേട്ട് ഓടിക്കൂടിയ പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം നടത്തുകയും രാജകുമാരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വിഷ്ണുവിനെ പ്രവേശിപ്പിക്കുകയും ചെയ്തു. എന്നാൽ പരിക്ക് ഗുരുതരമായിരുന്നതിനാൽ
വിഷ്ണുവിനെ കോലഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരുന്നു. തലയ്ക്കും കാലിനുമായിരുന്നു ഗുരുതരമായി പരിക്കേറ്റിരുന്നത്. വലത് കൈക്കും പൊട്ടലുണ്ടായിരുന്നു. ഇടിച്ചു തെറിപ്പിച്ച ശേഷം നിർത്താതെ പോയ വാഹനത്തിനായി ശാന്തൻപാറ പോലീസ് രാത്രി മുതൽ തിരച്ചിൽ നടത്തുകയും പിന്നീട് രാജാക്കാട് നിന്നും വാഹനം പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്നു. NR സിറ്റി പള്ളിക്ക് സമീപം താമസിക്കുന്ന വള്ളിശ്ശേരിയിൽ ബിനോജിന്റെ ഉടമസ്ഥതയിലുള്ള KL 39B 5314 എന്ന വാഹനമാണ് വിഷ്ണുവിനെ ഇടിച്ചു തെറിപ്പിച്ചത്. ജീപ്പ് ഓടിച്ചിരുന്ന ബിനോജിനെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്കും പോലീസ് കേസെടുത്തു. അപകടത്തിൽ വാഹനത്തിന്റെ ചില്ല് കണ്ണിൽ പതിച്ചതിനെ തുടർന്ന് ബിനോജ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. വയോധികയുടെ മാല പൊട്ടിച്ചു കടന്ന പ്രതിയെ കട്ടപ്പന പോലീസ് അറസ്റ്റ് ചെയ്തു. പുളിയമല റോഡിൽ പാറക്കടവ് ഭാഗത്തു നിന്നുമാണ് പ്രതി വയോധികയുടെ മാല പൊട്ടിച്ചത്. കക്കാട്ടുകട കുപ്പക്കാട്ടിൽ സുധീഷ് തോമസ് ആണ് സംഭവത്തിൽ അറസ്റ്റിലായത്. ബൈക്കിലെത്തിയ പ്രതി വീടിന് സമീപത്ത് നിന്ന 80 വയസ്സുകാരിയുടെ മാല പൊട്ടിച്ചു കടന്നു കളയുകയായിരുന്നു. നമ്പർ പ്ലേറ്റ് സ്റ്റിക്കർ വെച്ച് മറച്ച നിലയിലുള്ള ബൈക്കുമായാണ് പ്രതി സംഭവ സ്ഥലത്തെത്തിയത്. സംഭവത്തെ തുടർന്ന് ബന്ധുക്കൾ കട്ടപ്പന പോലീസിൽ വിവരം അറിയിച്ചിരുന്നു. തുടർന്ന് പോലീസ് നടത്തിയ തിരച്ചിലിൽ 20 ഏക്കർ ഭാഗത്ത് വെച്ചാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഇടുക്കി ജില്ലാ ജൂനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് നെടുങ്കണ്ടത്ത് തുടക്കമായി. ജില്ലാ അത്ലറ്റിക് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. 2 ദിവസങ്ങളിലായി നെടുങ്കണ്ടം സിന്തറ്റിക് ട്രാക്കിൽ നടക്കുന്ന മത്സരങ്ങൾ ബുധനാഴ്ച സമാപിക്കും. ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രീമി ലാലിച്ചൻ നിർവഹിച്ചു. ജില്ലാ പ്രസിഡന്റ് VD എബ്രഹാം അധ്യക്ഷനായിരുന്നു. ജൂഡോ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് MN ഗോപി മുഖ്യപ്രഭാഷണം നടത്തി. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബിന്ദു സഹദേവൻ, MS മഹേശ്വരൻ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് M സുകുമാരൻ, അത്ലറ്റിക് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ഷിജോ KK, PS ഡൊമിനിക്, റൈസൻ ജോസഫ്, ജിറ്റോ മാത്യു, നാൻസി ജോസഫ്, ഷൈജു ചന്ദ്രശേഖർ എന്നിവർ സംസാരിച്ചു. ഉദ്ഘാടന സമ്മേളനത്തിൽ വെച്ച് കായിക രംഗത്ത് മികച്ച സംഭാവനകൾ നൽകിയ M സുകുമാരൻ, PS ഡൊമിനിക് എന്നിവരെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പൊന്നാട അണിയിച്ച് ആദരിച്ചു. അത്ലറ്റുകളുടെ പ്രതിജ്ഞയ്ക്ക് ശേഷം 5000 മീറ്റർ ഓട്ടത്തോടെ മത്സരങ്ങൾ ആരംഭിച്ചു. തുടർന്ന് 100 മീറ്റർ അടക്കമുള്ള മത്സരങ്ങൾ നടന്നു. ആദ്യ ദിന മത്സരങ്ങളിൽ 50 ഇനങ്ങളിലായി 600ഓളം കായിക താരങ്ങൾ പങ്കെടുത്തു. ബുധനാഴ്ച വൈകുന്നേരത്തോടെ മത്സരങ്ങൾ സമാപിക്കും. ഗാന്ധി ജയന്തി വിപുലമായി ആഘോഷിക്കാൻ ഒരുങ്ങി കോൺഗ്രസ്. ഗാന്ധിജി കോൺഗ്രസ് പാർട്ടിയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടതിന്റെ 100ാം വാർഷികം എന്നുള്ള നിലയിൽ പ്രത്യേക പ്രാധാന്യം നൽകിയാണ് ആഘോഷ പരിപാടികൾ നടക്കുക. കോൺഗ്രസ് കട്ടപ്പന ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബുധനാഴ്ച രാവിലെ 9 മണിക്ക് ഗാന്ധി സ്ക്വയറിൽ ഗാന്ധി സ്മൃതി സംഗമം നടക്കും. പരിപാടി ACC അംഗം അഡ്വക്കേറ്റ് EM ആഗസ്തി ഉദ്ഘാടനം ചെയ്യും. പരിപാടിയിൽ നഗരത്തെ ശുചിയാക്കുന്ന ശുചീകരണ തൊഴിലാളികളെ ആദരിക്കുമെന്നും കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ പറഞ്ഞു. കോൺഗ്രസ് പാർട്ടിയുടെ പ്രസിഡന്റായി 1824 അദ്ദേഹം തെരഞ്ഞെടുക്കുകയുണ്ടായി. കോൺഗ്രസ് പാർട്ടിയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട 100ാം വാർഷികം എന്നുള്ള നിലയിൽ ഈ വർഷത്തെ ഗാന്ധി ജയന്തി ദിനാചരണത്തിന് പ്രത്യേക പ്രാധാന്യം കോൺഗ്രസ് പാർട്ടി രാജ്യമെന്ന് കൊടുക്കുകയാണ്. അതിന്റെ ഭാഗമായി ബൂത്ത് ഘടകങ്ങളുള്ള പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളിലും ഗാന്ധി ജയന്തി ദിനാചരണം വളരെ വിപുലമായ പരിപാടികളോടെ നടത്തുകയാണ്. കട്ടപ്പന ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നാളെ രാവിലെ 9 മണിക്ക് കട്ടപ്പന ഗാന്ധി സ്ക്വയറിൽ ഗാന്ധി സ്മൃതി സംഗമം എന്നുള്ള പേരിൽ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ പ്രോഗ്രാമിൽ ACC അംഗം ബഹുമാനായ EM ആഗസ്തി MLA ഉദ്ഘാടനം ചെയ്തു. KPCCയുടെ സെക്രട്ടറി ശ്രീ തോമസ് രാജൻ മുഖ്യ പ്രഭാഷണം നടത്തി. UDFന്റെ ജില്ലാ ചെയർമാൻ ശ്രീ ജോയി വെട്ടുകുഴി ചടങ്ങിൽ പങ്കെടുക്കുന്ന ശുചീകരണ തൊഴിലാളികളെ ആദരിക്കുന്ന ഒരു പരിപാടി കൂടി കൂടുതൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയാം, കട്ടപ്പന നഗരത്തെ ഇത്ര മനോഹരമായി നിലനിർത്തുന്നത് മുനിസിപ്പാലിറ്റിയിലെ ശുചീകരണ തൊഴിലാളികളാണ്. അവരെ ആദരിക്കേണ്ടത് കാലഘട്ടത്തിന്റെ വളരെ അനുയോജ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഈ ഗാന്ധി ജയന്തി ദിനം വ്യത്യസ്തമായി ആചരിക്കുന്നതിന്റെ ഭാഗമായി കട്ടപ്പന നഗരത്തെ മനോഹരമാക്കുന്ന ശുചീകരണ തൊഴിലാളികളെ, രാപ്പകലില്ലാതെ കഷ്ടപ്പെടുന്ന അവരെ അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നതിന്റെ ഭാഗമായി കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി ആ ശുചീകരണ തൊഴിലാളികൾക്ക് ഒരു സ്വീകരണം നൽകി അവരെ ആദരിക്കാൻ തീരുമാനിച്ചു. ഇടുക്കി ജില്ലയിലെ ഷോപ്പ് സൈറ്റുകൾക്ക് പട്ടയം നൽകുന്ന കാര്യത്തിൽ സർക്കാർ ഇച്ഛാശക്തി കാണിക്കണമെന്ന് വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളിൽ. സാധാരണ കൃഷിക്കാർക്ക് പട്ടയം നൽകുന്നത് പോലെ തന്നെ ഷോപ്പ് സൈറ്റിനും പട്ടയം നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഷോപ്പ് സൈറ്റുകൾക്ക് പട്ടയം കൊടുക്കാം എന്ന് 2010 അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുമായുള്ള ചർച്ചയിൽ തന്നെ ഒരു ധാരണയായതായിരുന്നു. അതിനുശേഷം യാതൊരു നടപടിയും ഷോപ്പ് സൈറ്റുകൾക്ക് മാത്രം പട്ടയം കൊടുക്കുന്നതിന് വേണ്ടി സ്വീകരിക്കാതിരുന്നപ്പോൾ ഇടുക്കി ജില്ലയിൽ എത്രയോ കാർഷിക മേഖലയിൽ പലർക്കും പട്ടയം കൊടുത്തു. പക്ഷേ ഷോപ്പ് സൈറ്റുകൾക്കൊന്നും പട്ടയം ഇതുവരെ കൊടുത്തിട്ടില്ല.
വീണ്ടും ഞങ്ങൾ പിണറായി വിജയനുമായി ആദ്യം ചർച്ച 2016 നടത്തി. അത് കഴിഞ്ഞ് ഈ കഴിഞ്ഞ ഒരു 6 മാസം മുമ്പ് 2024 മാർച്ചിലാണെന്ന് തോന്നുന്നു, അദ്ദേഹവുമായി വീണ്ടും ഒരു വട്ടം ഇവിടുത്തെ ഇടതുപക്ഷ നേതാക്കളോടൊപ്പം പോയി ചർച്ച നടത്തി. അന്നും ഷോപ്പ് സൈറ്റുകൾക്ക് പട്ടയം കൊടുക്കാം, ആ കാര്യത്തിൽ യാതൊരു ബുദ്ധിമുട്ടും ഇനിയില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇന്നുവരെ ഷോപ്പ് സൈറ്റുകൾക്ക് പട്ടയം കൊടുക്കുന്നതിന് ഇടുക്കി ജില്ലയിൽ കാര്യമായ നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല. ആകെപ്പാടെ ഒരു നടപടി സ്വീകരിച്ചത് കട്ടപ്പന വില്ലേജിൽ, കട്ടപ്പനയിലെ ഷോപ്പ് സൈറ്റുകൾക്ക് പട്ടയം കൊടുക്കുന്നതിന് വേണ്ടി ഒരു സ്പെഷ്യൽ സർവേ ടീമിനെ ഇവർ ഏർപ്പെടുത്തിയിരുന്നു. ആ സർവേയും കുറേ മുന്നോട്ട് പോയി, പിന്നീട് അത് മുടങ്ങിയതായിട്ടാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഏതായാലും ജില്ലയിലെ സാധാരണ കർഷകരുടെ ഭൂമിക്ക് പട്ടയം കൊടുക്കുന്നത് പോലെ തന്നെ ഷോപ്പ് സൈറ്റുകൾക്കും പട്ടയം കൊടുക്കപ്പെടേണ്ടതാണ്. ഒരു പ്രദേശത്തിൻ്റെ വളർച്ച എന്ന് പറയുന്നത് അവിടെ ഉണ്ടാകുന്ന നിർമ്മിതികളും ആ നിർമ്മിതികളെ ചുറ്റിപ്പറ്റി ഉണ്ടാകുന്ന വ്യാപാര കേന്ദ്രങ്ങളും ആധാരമാക്കിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഗവൺമെൻറ് സാമാന്യ മര്യാദയുടെ പേരിലാണെങ്കിലും ഈ പറയുന്ന ഷോപ്പ് സൈറ്റുകൾക്ക് പട്ടയം കൊടുക്കാം എന്നുള്ള ഒരു വാഗ്ദാനം എത്രയും പെട്ടെന്ന് നിറവേറ്റണമെന്ന് തന്നെയാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റിക്ക് പറയാനുള്ളത്. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് മരം മുറിക്കുന്ന വിഷയത്തിൽ CPM ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നതെന്ന് കോൺഗ്രസ് അടിമാലി ബ്ലോക്ക് പ്രസിഡന്റ് ബാബു പി കുര്യാക്കോസ് വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. NH സംരക്ഷണ സമിതിയുടെ ഭാഗമായ CPMൽ നിന്നടക്കമുള്ള ഭരണകക്ഷി നേതാക്കൾ വിഷയത്തിൽ ഉരുണ്ടുകളിക്കുകയാണെന്നും അടിമാലിയിലെ ജനസമൂഹത്തോട് നീതി പുലർത്താൻ കഴിയാത്ത ഇടതുമുന്നണിയിലെ പാർട്ടികൾ തങ്ങളുടെ വീഴ്ച തുറന്നു സമ്മതിക്കാൻ തയ്യാറാകണമെന്നും ബാബു പി കുര്യാക്കോസ് ആവശ്യപ്പെട്ടു. ദേശീയപാത 85ന്റെ ഭാഗമായ നീര്യമംഗലം വനമേഖലയിൽ പാതയോരത്ത് അപകടാവസ്ഥ ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചു നീക്കുന്ന കാര്യത്തിൽ ഇനിയും നടപടി ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് CPMനെതിരെയും ഇടതുമുന്നണിയിലെ മറ്റിതര ഘടകകക്ഷികൾക്കെതിരെയും വിമർശനവുമായി കോൺഗ്രസ് രംഗത്തെത്തിയിട്ടുള്ളത്. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് മരം മുറിക്കുന്ന വിഷയത്തിൽ CPM ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നതെന്ന് കോൺഗ്രസ് അടിമാലി ബ്ലോക്ക് പ്രസിഡന്റ് ബാബു പി കുര്യാക്കോസ് വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. ഏതാണ്ട് 99% മരം വെട്ടിയെന്നാണ് പറഞ്ഞത്. 259 മരം ഉള്ളതിൽ 99% മരം വെട്ടി. കൂടിയാൽ 10-15 മരം അവിടെ കിടന്നതൊക്കെ മാറ്റിയിട്ടുണ്ടെന്നുള്ളതല്ലാതെ ഈ ആടിനെ പട്ടിയാക്കണ പണിയാണ് ഇവരെല്ലാവരും ചെയ്യുന്നത്. ഈ ആടിനെ പട്ടിയാക്കുന്ന പണി ഇവർക്ക് ചെയ്യാൻ കൊള്ളാമോ? ഇവിടുത്തെ ഭരണകക്ഷിക്കാരുണ്ടല്ലോ, ഇവരെവിടെയാണ് ഇതൊക്കെ കഴിഞ്ഞിട്ടൊന്നും മിണ്ടുന്നില്ലല്ലോ. CPMനും CPIക്കും വായിലോ നാക്കിട്ട് തോന്നുന്നില്ലല്ലോ. ഇവരുടെ പണിയെന്താ? ഞാൻ ചോട്ടെ, ഞങ്ങള് കോൺഗ്രസിന്റെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വനംവകുപ്പ് കൈകാര്യം ചെയ്തപ്പോൾ റോഡിന് തടസ്സം ഉണ്ടായപ്പോൾ ഞങ്ങൾ പോയാൽ തീർത്തു കൊടുത്ത റോഡും വെട്ടി കലങ്ങുണ്ടാക്കി. ഇവർക്കതിൻ്റെ ആംബിയറില്ലെങ്കിൽ ഞങ്ങൾക്ക് ഇപ്പം ചെയ്യാൻ പറ്റും. ഞങ്ങളെ കൊണ്ട് പ്രതിഷേധം നടത്തിക്കുന്നു, ഞങ്ങളുടെ കൂടെ പ്രതിഷേധത്തിന് അവർ ഇറങ്ങുന്നു, ജനത്തിൻ്റെ കൂടെ ഇറങ്ങുന്നു. പക്ഷേ ഒരു തീരുമാനവും ഉണ്ടാകുന്നില്ല. മരമുറി വിഷയത്തിൽ മുൻ ജില്ലാ കളക്ടർ ഇറക്കിയ ഉത്തരവിൽ പുതിയ കളക്ടർ തിരുത്തൽ വരുത്തിയ സാഹചര്യത്തിലും വിഷയത്തിൽ ജില്ലാ മണ്ണ് സംരക്ഷണ ഓഫീസറുടെ നിലവിലെ വസ്തുതയുമായി പൊരുത്തപ്പെടാത്ത റിപ്പോർട്ട് വന്ന സാഹചര്യത്തിൽ കൂടിയാണ് വിഷയത്തിൽ കോൺഗ്രസ് പ്രതിഷേധവും വിമർശനവുമായി രംഗത്ത് വന്നിട്ടുള്ളത്. NH സംരക്ഷണ സമിതിയുടെ ഭാഗമായ CPMൽ നിന്നടക്കമുള്ള ഭരണകക്ഷി നേതാക്കൾ വിഷയത്തിൽ ഉരുണ്ടുകളിക്കുകയാണെന്നും അടിമാലിയിലെ ജനസമൂഹത്തോട് നീതി പുലർത്താൻ കഴിയാത്ത ഇടതുമുന്നണിയിലെ പാർട്ടികൾ തങ്ങളുടെ വീഴ്ച തുറന്നു സമ്മതിക്കാൻ തയ്യാറാകണമെന്നും കോൺഗ്രസ് അടിമാലി ബ്ലോക്ക് പ്രസിഡന്റ് ബാബു പി കുര്യാക്കോസ്, മണ്ഡലം പ്രസിഡന്റ് ഹാപ്പി കെ വർഗീസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രിയുടെ ഭക്ഷ്യ സംസ്കരണ സംരംഭങ്ങളുടെ രൂപവൽക്കരണ പദ്ധതിയുടെ ഭാഗമായി കട്ടപ്പനയിൽ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് വ്യവസായി ഓഫീസ്, ഉടുമ്പൻചോലയുടെയും കട്ടപ്പന നഗരസഭയുടെയും കുടുംബശ്രീയുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് പ്രധാനമന്ത്രിയുടെ ഭക്ഷ്യ സംസ്കരണ സംരംഭങ്ങളുടെ രൂപവൽക്കരണ പദ്ധതിയുടെ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത്. യോഗം നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ഒരു കാര്യം എടുത്താൽ നമ്മളത് മുന്നിട്ടിറങ്ങി അത് വിജയിപ്പിക്കുക. നാട്ടിൽ എത്ര പേർക്ക് നമ്മളെ കൊണ്ട് ജോലി കൊടുക്കാൻ സാധിക്കും? ഇന്നത്തെ ഈ സാഹചര്യത്തിൽ ഇപ്പൊ വൈസ് ചെയർമാൻ പറയുകയുണ്ടായി, ഇന്നത്തെ ഈ സാഹചര്യത്തിൽ നമ്മുടെ ഇവിടെ ആരും പിള്ളേരാരും നിൽക്കുന്നില്ല. പക്ഷെ നമ്മളിവിടെ ഒരു സംരംഭം കൊണ്ടുവന്ന് അവർക്കൊരു തൊഴിൽ കൊടുത്താൽ കുറേയൊക്കെ ആൾക്കാർ നമ്മുടെ വീടുകളിലും നമ്മുടെ നാട്ടിലും ഉണ്ടാകും. ഭക്ഷ്യ സംസ്കരണ മേഖലയിലും സ്പൈസസ് പ്രോസസിംഗ് രംഗത്തും 10 ലക്ഷം രൂപ സബ്സിഡിയോടുകൂടിയുള്ള പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും നിലവിലുള്ളവ വിപുലീകരിക്കുന്നതിനും വേണ്ടിയുള്ള പദ്ധതിയാണ് പ്രധാനമന്ത്രിയുടെ ഭക്ഷ്യ സംസ്കരണ സംരംഭങ്ങളുടെ രൂപവൽക്കരണ പദ്ധതി. നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് KJ ബെന്നി അധ്യക്ഷനായിരുന്നു. റിസോഴ്സ് ചെയർപേഴ്സൺ അൻവർ P. മുഹമ്മദ് ക്ലാസുകൾ നയിച്ചു.
പരിപാടിയിൽ നഗരസഭാ കൗൺസിലർമാരായി സിബി പാറപ്പായി, ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലീലാമ്മ ബേബി, പ്രശാന്ത് രാജു, സുധർമ്മ മോഹൻ, സോണിയ GB, ഷുചി തങ്കച്ചൻ, CDS ചെയർപേഴ്സൺമാരായ ഷൈനി ജിജി, രത്നമ്മ സുരേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഇടുക്കി ഡിസ്ട്രിക്ട് മോട്ടോർ എംപ്ലോയീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി തെരഞ്ഞെടുപ്പിൽ LDF-ന് വിജയം. MC ബിജു പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. കട്ടപ്പന കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഇടുക്കി ഡിസ്ട്രിക്ട് മോട്ടോർ എംപ്ലോയീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ തെരഞ്ഞെടുപ്പാണ് നടന്നത്. സാധാരണക്കാർക്ക് വേണ്ട സേവനവും സഹായങ്ങളും നൽകി വരുന്ന സഹകരണ സ്ഥാപനം വർഷങ്ങളായി മാതൃകാ പ്രവർത്തനമാണ് നടത്തുന്നത്. സഹകരണ സ്ഥാപനത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ LDF പാനൽ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. പ്രസിഡന്റായി MC ബിജുവിനെ തെരഞ്ഞെടുത്തു. സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മളെ ബാധിക്കും. ആ ബാധിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് നമുക്കിവിടെ ഉള്ളത് എന്നതിനെ സംബന്ധിച്ച് നമുക്ക് തുടർന്ന് കൂടുന്ന യോഗങ്ങൾ ചർച്ച ചെയ്ത് ആവശ്യമായിട്ടുള്ള നിലപാടുകളും തീരുമാനങ്ങളും എടുത്ത് നമ്മുടെ ഈ സംഘത്തിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തും. അതോടൊപ്പം തന്നെ നമ്മുടെ ജീവനക്കാരുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അവരുടെ സേവനങ്ങളും എല്ലാം പരിശോധനയ്ക്ക് വിധേയമാക്കി നന്നായി നമുക്ക് ഈ സംഘം കൊണ്ടുപോകുന്നതിന് വേണ്ടി എല്ലാവരുടെയും ശ്രമം ഉണ്ടാവണം. നമുക്ക് ഒരുമിച്ച് നിൽക്കണം എന്നുള്ള അഭ്യർത്ഥനയാണ് എനിക്ക് അധ്യക്ഷ പ്രസംഗം എന്നതിലേക്ക് സൂചിപ്പിക്കാറുള്ളത്. ജോസഫ് തോമസ് ഓലിക്കൽ, മോൻസി വർഗീസ് പാലക്കൽ, ഷിജിമോൻ ഐപ്പ് വട്ടമലയിൽ, മെറീന ജോൺ പുരതൽ, വിനീത PV പാറത്തലയ്ക്കൽ, അഭിലാഷ് KS കാവുംകുന്നേൽ, നിയാസ് അബു വേണ്ടാനത്ത്, നീതു വിജയകുമാർ ചെറിയ കൊല്ലപ്പറമ്പിൽ എന്നിവരാണ് ഭരണസമിതി അംഗങ്ങൾ. രാജീവ് RR റിട്ടേണിംഗ് ഓഫീസറായിരുന്നു. പുതിയ ഭരണസമിതി സ്ഥാനമേൽപ്പിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് സഹകരണ മേഖലയെക്കുറിച്ചുള്ള വാർത്തകളാണ് മാധ്യമങ്ങളെല്ലാം പ്രചരിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ അറിയാം, കരുവന്നൂർ എന്ന് പറയുന്ന ആ ഒരു സംഭവത്തോടു കൂടി സഹകരണ മേഖല ആകെപ്പാടെ എന്ത് ചെയ്തു, ആ സംഘത്തെ മാത്രമല്ല ബാക്കി എല്ലാ സംഘങ്ങളെയും പ്രതികൂലമായിട്ട് ബാധിച്ചു. അതിനൊന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 90% സംഘങ്ങളും മുക്തമായിട്ടില്ല, ആ പ്രതിസന്ധി തരണം ചെയ്തിട്ടില്ല. അപ്പം വലിയ വലിയ സംഘങ്ങൾക്ക് തന്നെ പിടിച്ചു വയ്ക്കാൻ പറ്റാത്ത ഈ ഒരു സാഹചര്യത്തിൽ നമ്മളെപ്പോലുള്ള ചെറിയ ചെറിയ സംഘങ്ങൾ, ഇടുക്കി ജില്ലാ മോട്ടോർ എംപ്ലോയീസ് പോലുള്ള ചെറിയ സംഘങ്ങൾ പിടിച്ചു വയ്ക്കാൻ എത്രത്തോളം ബുദ്ധിമുട്ടും എന്നുള്ള കാര്യം പറയാതെ തന്നെ നമുക്ക് അറിയാം. എങ്കിൽ കൂടി നമുക്ക് ഈ സഹകരണ മേഖല സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ, സാധാരണക്കാരുടെ ദുരിതങ്ങളൊക്കെ മാറ്റാൻ സഹായിക്കുന്ന പ്രസ്ഥാനങ്ങളാണ്. അപ്പോൾ അത് നമുക്ക് മാറ്റി നിർത്താൻ പറ്റുന്ന ഒന്നല്ല. സെക്രട്ടറി ഇൻചാർജ് ജയന്തി C. ഫിലിപ്പ് മുഖ്യപ്രഭാഷണം നടത്തി. 1987 ആരംഭിച്ച സൊസൈറ്റിയുടെ ഓട്ടോമൊബൈൽ സ്പെയർ പാർട്സ് ഡിപ്പോകൾ കട്ടപ്പന, കുമളി, നെടുങ്കണ്ടം എന്നിവിടങ്ങളിലായി പ്രവർത്തിക്കുന്നുണ്ട്. കട്ടപ്പന വള്ളക്കടവ് ആനവിലാസം റോഡിലെ അപകട ഭീഷണി ഉയർത്തിയ വൻമരങ്ങൾ വെട്ടിമാറ്റി. മഴക്കാലത്ത് മരങ്ങൾ കടപുഴകിയും ഒടിഞ്ഞു വീഴുന്നതും പതിവായിരുന്നു. വിഷയം നിരവധി തവണ HCN വാർത്തയാക്കിയിരുന്നു. അടിമാലി കുമളി ദേശീയപാതയുടെ ഭാഗമായ കട്ടപ്പന വള്ളക്കടവ് ആനവിലാസം റോഡിലെ അപകട ഭീഷണി ഉയർത്തിയ മരങ്ങളാണ് വെട്ടിമാറ്റിയത്. ജനവാസ മേഖലയ്ക്ക് സമീപത്ത് നിന്നിരുന്ന 7ഓളം മരങ്ങളാണ് ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശപ്രകാരം നഗരസഭയും വനംവകുപ്പും വെട്ടിനീക്കിയത്. മഴക്കാലമാകുന്നതോടെ മരങ്ങൾ കടപുഴകി വീണും ഒടിഞ്ഞു വീണും നിരവധി അപകടങ്ങളാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ഈ അടുത്ത കാലത്ത് ഈ വസ്തു ഉടമയും ഇവിടെ സഹകരണത്തോടെ ഇനിയിപ്പോൾ ഇത് വെട്ടാനായിട്ട് ഉള്ള പോർഷൻ്റെയും കട്ടപ്പന മുനിസിപ്പാലിറ്റിയുടെയും കട്ടപ്പന പോലീസിൻ്റെ എല്ലാ സഹായം ലഭിച്ചു. ഇന്നിപ്പോൾ ഇത് ഇന്ന് വെട്ടാൻ ആരംഭിച്ചു. ഇതിപ്പോൾ നാളെ കൊണ്ട് പൂർത്തിയാവും. KC ബോർഡിൻ്റെ സഹകരണം ഉണ്ടായിരുന്നു. അവർ വന്ന ലൈനെല്ലാം അഴിച്ചു കാത്തു തന്നു. ഇന്നിപ്പം ഇത് വെട്ടുകയാണ്. നാളെ കൊണ്ട് ഇത് പൂർത്തീകരിക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇവിടെയുള്ള ഈ 6-7 വീടുകാർക്ക് ഈ മരം കൊണ്ടുള്ള ഈ ഭീഷണി ഇതോടുകൂടി ഒഴിവായി കിട്ടും. വള്ളക്കടവ് മുതൽ ആനവിലാസം വരെ സ്വകാര്യ തോട്ടങ്ങളിൽ നിരവധി ഭീമൻ മരങ്ങളാണ് നിൽക്കുന്നത്. വെട്ടിമാറ്റുന്ന മരങ്ങൾ വനംവകുപ്പ് ലേലം ചെയ്യും. വരാനിരിക്കുന്ന നിയമസഭാ തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പുകളിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ സമ്പൂർണ്ണ വിജയത്തിനായി മിഷൻ 2K25ന്റെ ഭാഗമായി കോൺഗ്രസ് വണ്ടിപ്പെരിയാർ കീരിക്കര വാർഡ് കൺവെൻഷൻ നടന്നു. AICC അംഗം അഡ്വക്കേറ്റ് EM ആഗസ്തി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. താഴെത്തട്ടിൽ നിന്നും പ്രവർത്തകരെ ശക്തരാക്കി തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ ശക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് KPCC മിഷൻ 2K25ന് രൂപം നൽകിയിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് കോൺഗ്രസ് വണ്ടിപ്പെരിയാർ മണ്ഡലം കമ്മിറ്റിക്ക് കീഴിലെ കീരിക്കര വാർഡ് കൺവെൻഷൻ സംഘടിപ്പിച്ചത്. മ്ലാമല നാലുകണ്ടത്ത് വെച്ച് നടന്ന കൺവെൻഷനിൽ കബീർ താന്നിമുട്ടിൽ അധ്യക്ഷനായിരുന്നു. AICC അംഗം അഡ്വക്കേറ്റ് EM ആഗസ്തി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. നമുക്ക് ഒരു ഭൂരിപക്ഷം ലഭ്യമാകട്ടെങ്കിൽ പാർട്ടിയെ പ്രവർത്തനം സജ്ജമാക്കുക. നമുക്ക് പാർലമെന്റ് നല്ല ഭൂരിപക്ഷം കിട്ടി. പക്ഷെ നമ്മുടെ നേതാക്കന്മാരും കൂടി വയനാട്ടിൽ കൂടി നമ്മുടെ ഒരു റിവ്യൂ നടത്തിയപ്പോൾ 3 ദിവസമാണ് നേതാക്കന്മാരെല്ലാവരും കൂടിയിരുന്നത്. KPC പ്രസിഡന്റ്, പ്രതിപക്ഷ നേതാവ്,
മുൻ പ്രതിപക്ഷ നേതാവ്, AICC ജനറൽ സെക്രട്ടറി, അവരെല്ലാവരും കൂടി ആലോചിച്ചപ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലായി. പാർലമെന്റ് ഇലക്ഷൻ പോലെ അത്ര എളുപ്പമല്ല വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ജയിക്കാനുള്ളത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മോഡി വിരുദ്ധ തരംഗവും അതുപോലെ തന്നെ രാജീവ് ഗാന്ധിക്ക് അനുകൂലമായ സാഹചര്യവും സംസ്ഥാന ഗവൺമെന്റിനെതിരെയുള്ള പ്രതിഷേധവും എല്ലാം കൂടി സമന്വയിപ്പിച്ചപ്പോൾ നമുക്ക് വലിയൊരു ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞു. ഇന്ത്യയിൽ തന്നെ അഭിമാനകരമായ നേട്ടമാണ് 20-15 സീറ്റ്. പക്ഷേ കുറച്ചുകൂടി സംഘടനാപരമായ അടിത്തറ ബലപ്പെടുത്തിയെങ്കിൽ മാത്രമേ നമുക്ക് ഗ്രാസ് റൂട്ട് ലെവലിലുള്ള പ്രവർത്തനം ശക്തമാക്കിയെങ്കിൽ മാത്രമേ ത്രിതല പഞ്ചായത്തിൽ ജയിക്കാൻ കഴിയത്തുള്ളൂ തിരിച്ചറിവുണ്ട്. അതുകൊണ്ട് ഒരു 16 മാസം ഉണ്ട് തെരഞ്ഞെടുപ്പിന്. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സിറിയക് തോമസ് മുഖ്യപ്രഭാഷണം നടത്തി. തുടർന്ന് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ മ്ലാമല ശാന്തിപ്പാലം, നൂറടിപ്പാലം എന്നിവയ്ക്ക് സ്ഥലം വിട്ടു നൽകിയവർ എന്നിവരെ കൺവെൻഷനിൽ ആദരിച്ചു. DCC ജനറൽ സെക്രട്ടറിമാരായ ഷാജി പൈനാടത്ത, PA അബ്ദുൾ റഷീദ്, R ഗണേശൻ, ശാന്തി രമേശ്, വണ്ടിപ്പെരിയാർ മണ്ഡലം പ്രസിഡന്റ് രാജൻ കുഴുവമ്മാക്കൽ, ഗീതാ നീയേശൻ തുടങ്ങിയവർ സംസാരിച്ചു. പീരുമേട് ഉപജില്ലാ വിദ്യാരംഗം കലാസാഹിത്യവേദി സർഗോത്സവം വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. പരിപാടി പീരുമേട് MLA വാടൂർ സോമൻ ഉദ്ഘാടനം ചെയ്തു. പഠനത്തോടൊപ്പം വിദ്യാർത്ഥികളിലെ സർഗാത്മക കഴിവുകൾ കണ്ടെത്തി അംഗീകാരം നൽകുന്നതോടൊപ്പം കുട്ടികളെ സംസ്ഥാനതല മത്സരങ്ങളിൽ കൂടി പങ്കെടുപ്പിക്കുന്നതിനുള്ള ആദ്യ ചുവടുവയ്പെന്ന നിലയിലാണ് പീരുമേട് ഉപജില്ലാതല വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ സർഗോത്സവങ്ങൾക്ക് വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ തിരിതെളിഞ്ഞത്. തമിഴ് സർഗോത്സവത്തോടെയാണ് പരിപാടിക്ക് തുടക്കമായത്. വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാന വേദിയിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ PTA പ്രസിഡന്റ് PM നൌഷാദ് അധ്യക്ഷനായിരുന്നു. പീരുമേട് MLA വാടൂർ സോമൻ സർഗോത്സവം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം SP രാജേന്ദ്രൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീരാമൻ എന്നിവർ മുഖ്യ അതിഥികളായി. ഗവൺമെന്റ് UP സ്കൂൾ ഹെഡ് മാസ്റ്റർ ST രാജ്, വിദ്യാരംഗം കലാസാഹിത്യവേദി തമിഴ് വിഭാഗം കൺവീനർ D സെൽവം, കോർഡിനേറ്റർ M ഉണ്ണികൃഷ്ണൻ, ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ S ജർമലിൻ തുടങ്ങിയവർ സംസാരിച്ചു. സമാപന സമ്മേളനത്തിൽ അഴുത ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് P മാലതി, വൈസ് പ്രസിഡന്റ് R സെൽവത്തായി എന്നിവർ ചേർന്ന് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. കട്ടപ്പനയിൽ ഗാന്ധി ജീവചരിത്ര ചിത്ര പ്രദർശനം സംഘടിപ്പിച്ചു. ഗവൺമെന്റ് ITI കോളേജിന്റെ നേതൃത്വത്തിൽ നടന്ന ചിത്ര പ്രദർശനം നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന ഗവൺമെന്റ് ITIയുടെ നേതൃത്വത്തിൽ സ്വച്ഛതാ സേവാ ക്യാമ്പയിന്റെ ഭാഗമായാണ് ഗാന്ധി ജീവചരിത്ര ചിത്ര പ്രദർശനം സംഘടിപ്പിച്ചത്. മഹാത്മാഗാന്ധിജിയുടെ ജനനം മുതൽ മരണാനന്തര ചടങ്ങുകൾ അടക്കമുള്ള അമൂല്യങ്ങളായ ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയായിരുന്നു പ്രദർശനം. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ചിത്ര പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളാണ്. നിങ്ങൾ നാടിനും വീടിനും നന്മയുള്ളവരാകണമെങ്കിൽ ഇങ്ങനെയുള്ള മഹാത്മാക്കളുടെ പുസ്തകങ്ങൾ വായിക്കണം. നമ്മൾ അവരെല്ലാം അനുസ്മരിക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ വളർന്നു മുന്നോട്ട് വലിയ ആളായി എത്തത്തുള്ളൂ. മഹാത്മാഗാന്ധിയുടെ ജീവിത മൂല്യങ്ങളെ പകർന്നു നൽകേണ്ടതിന്റെ ആവശ്യകത കട്ടപ്പന നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ ശ്രീജിത്ത് സിറിയക് അവതരിപ്പിച്ചു. കട്ടപ്പന ITI ഗ്രൂപ്പ് ഇൻസ്പെക്ടർ ചന്ദ്രൻ PC അധ്യക്ഷനായിരുന്നു. NSS പ്രോഗ്രാം ഓഫീസർ സാദിഖ്, അസിസ്റ്റന്റ് പ്രോഗ്രാം ഓഫീസർ സുജിത് MS, ശ്രീജ ദിവാകരൻ, NSS പ്രോഗ്രാം കോർഡിനേറ്റർ നിഷാദ് അടിമാലി എന്നിവർ സംസാരിച്ചു. കട്ടപ്പന വെള്ളയാങ്കുടി സെന്റ് ജെറോംസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഗാന്ധി സ്മൃതി സംഘടിപ്പിച്ചു. AKCC രൂപതാ പ്രസിഡന്റ് ജോർജ് കോയിക്കൽ ഉദ്ഘാടനം ചെയ്തു. സ്കൗട്ട് ആൻഡ് ഗൈഡ് NSS യൂണിറ്റുകളുടെ ആഭിമുഖ്യത്തിലാണ് ഗാന്ധി സ്മൃതിയും ലഹരി വിരുദ്ധ ക്യാമ്പയിനും സംഘടിപ്പിച്ചത്. സ്കൂൾ പ്രിൻസിപ്പൽ GG ജോർജ് അധ്യക്ഷത വഹിച്ചു. അനന്തു ജോസഫ് ഗാന്ധി ചരിത്രം വിശദീകരിച്ചു. വിജയത്തിലൂടെ കൈവരുന്നതല്ല ശക്തി, നിങ്ങളുടെ പ്രശ്നങ്ങളാണ് നിങ്ങളുടെ ശക്തിയെ രൂപീകരിക്കുന്നത്. ജീവിതത്തിലെ ഏറ്റവും വിഷമകരമായ ഘട്ടങ്ങളിൽ സ്വയം അടിയറവ് പറയില്ലെന്നും നിങ്ങൾ തീരുമാനിച്ചാൽ അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി. ഗാന്ധിജി വിദ്യാർത്ഥികൾക്ക് നൽകിയ ഏറ്റവും നല്ല സന്ദേശങ്ങളിൽ ഒന്നാണിത്. AKCC രൂപതാ പ്രസിഡന്റ് ജോർജ് കോയിക്കൽ ഗാന്ധിയൻ ദർശനം പങ്കുവച്ചു. ഇതിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ രാഷ്ട്രീയ രംഗത്തെ പ്രശ്നങ്ങൾക്ക്, സാമൂഹ്യ രംഗത്തെ പ്രശ്നങ്ങൾക്ക്, സാംസ്കാരിക മേഖലയിലെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കണ്ടെത്താൻ ആത്മാർത്ഥമായി ശ്രമിക്കുന്നവർ ഗാന്ധിജിയിൽ തുടങ്ങുകയും ഗാന്ധിജിയിൽ അവസാനിക്കുകയും ചെയ്യുന്ന ഒരു വിപ്ലവകരമായ ജീവിത സംസ്കൃതിയുടെ രൂപമായിരുന്നു ഗാന്ധിജി എന്നത് നമ്മൾ വിസ്മരിച്ചുകൂടാ. ഗാന്ധിജിയുടെ ഛായാചിത്രത്തിൽ അധ്യാപകരും കുട്ടികളും പുഷ്പാർച്ചന നടത്തി. സ്കൂൾ ഹെഡ് മിസ്ട്രസ് വിൻസി ജോർജ് ലഹരിവിരുദ്ധ ജാഗ്രതാ ദീപം തെളിയിച്ചു. തുടർന്ന് ലഹരിവിരുദ്ധ റാലിയും നടന്നു. ക്ലബ് കോർഡിനേറ്റർമാരായ റിൻസി തോമസ്, ജിൻസി MM, സ്കൂൾ ലീഡർ ജെഫിൻ ജോജോ തുടങ്ങിയവർ നേതൃത്വം നൽകി. വാത്തിക്കുടി ചരളൻകാനം പ്രദേശ് സ്വയം സഹായ സംഘത്തിന്റെ നേതൃത്വത്തിൽ ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് വിവിധ സേവന പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു. സംസ്ഥാന പാതയുടെ ഭാഗമായ ചാലിസിറ്റി മുതൽ 16-ാം കണ്ടം ടൗൺ വരെയുള്ള പാതയോരങ്ങൾ സംഘാംഗങ്ങൾ വൃത്തിയാക്കി. സേവന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു ജോസ് നിർവഹിച്ചു.
കാലങ്ങളായി വിവിധ സേവന പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന വാത്തിക്കുടി പഞ്ചായത്തിലെ ചരളങ്കാനം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനയാണ് ബ്രദേഴ്സ് സ്വയം സഹായ സംഘം. സംഘത്തിലെ അംഗങ്ങളായ 15 പേർ ചേർന്ന് ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ചാണ് സേവന പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചത്. സംസ്ഥാന പാതയുടെ ഭാഗമായി ചാലിസിറ്റി മുതൽ 16-ാം കണ്ടം ടൗൺ വരെയുള്ള പാതയുടെ ഇരുവശങ്ങളിലെയും കാടുകൾ വെട്ടിത്തെളിക്കുകയും പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യുകയും ചെയ്തു. ചരളങ്കാനത്ത് നിന്നും ആരംഭിച്ച ശുചീകരണ പ്രവർത്തനങ്ങൾ വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു ജോസ് ഉദ്ഘാടനം ചെയ്തു. രണ്ട് സൈഡിലും റോഡുകളുടെ രണ്ട് സൈഡിലും കാട് വെട്ടിത്തെളിക്കുകയും അതുപോലെ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുന്ന ഒഴിവാക്കി അത് പെറുക്കി കഴിഞ്ഞാൽ നാളെ അവിടെ മാലിന്യങ്ങൾ നിക്ഷേപിക്കാൻ പാടില്ല എന്നൊരു മുൻകരുതലിന്റെ ഭാഗമായിട്ടാണ് ഇവരിത് നടത്തുന്നത്. ഇത് നമ്മുടെ വാത്തിക്കുടി പഞ്ചായത്ത് എന്നല്ല, നമ്മുടെ ജില്ലയിലുള്ള എല്ലാ പഞ്ചായത്തിലുള്ളവർക്കും ഇവരൊരു മാതൃകയായി മാറട്ടെ എന്നുള്ള എല്ലാവിധ ആശംസകളും നേരുന്നു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റോണിയോ എബ്രഹാം ഗാന്ധി ജയന്തി ദിന സന്ദേശം നൽകി. ചുരളങ്കാനം ബ്രദേഴ്സ് സ്വയം സഹായ സംഘം പ്രസിഡന്റ് ആന്റോ അക്കക്കാട്ട അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി മോഹനൻ കലൂർ, മറ്റംഗങ്ങളായ ഷാജി മാത്യു, സിജി കല്ലേക്കുളം, ബിനോയ് അറക്കൽ എന്നിവർ നേതൃത്വം നൽകി. ഇടുക്കി ജില്ലാ ജനമൈത്രി പോലീസിന്റെ ആഭിമുഖ്യത്തിൽ ദേശീയ വയോജന ദിനാചരണം സംഘടിപ്പിച്ചു. മുരിക്കാശ്ശേരി പടമുഖം സ്നേഹമന്ദിരത്തിൽ സംഘടിപ്പിച്ച വയോജന സമ്പർക്ക പരിപാടി ജില്ലാ പോലീസ് മേധാവി വിഷ്ണു പ്രദീപ് TK IPS ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി ജില്ലാ ജനമൈത്രി പോലീസിന്റെ ആഭിമുഖ്യത്തിലാണ് ദേശീയ വയോജന ദിനാചരണവും വയോജന സമ്പർക്ക പരിപാടിയും വിവിധ വിഷയങ്ങളിൽ ക്ലാസുകളും വയോജനങ്ങൾക്കായുള്ള മെഡിക്കൽ ക്യാമ്പും മുരിക്കാശ്ശേരിയിൽ സംഘടിപ്പിച്ചത്. പടമുഖം സ്നേഹമന്ദിരത്തിൽ വെച്ച് നടത്തിയ പരിപാടികൾ ജില്ലാ പോലീസ് മേധാവി വിഷ്ണു പ്രദീപ് TK IPS ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി എനിക്ക് ഈ ഒരു വേളയിൽ പറയാനുള്ളത്, ജില്ലാ പോലീസ്, കേരള പോലീസ് എന്നും എപ്പോഴും വയോജനങ്ങളുടെ എന്ത് ആവശ്യത്തിനും കൂടെ ഉണ്ടാവും. എല്ലാ സംരക്ഷണവും എല്ലാ സഹായവും നൽകാൻ ജില്ലാ പോലീസ് ബാധ്യസ്ഥരാണ്. അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. സ്നേഹമന്ദിരത്തിലെ അന്തേവാസികളിൽ ഏറ്റവും പ്രായമുള്ളവരായ മണിയെയും ലില്ലിക്കുട്ടിയെയും വേദിയിൽ ആദരിച്ചു. സ്നേഹമന്ദിരം ഡയറക്ടർ VC രാജുവിനും ആദരവ് നൽകി. തുടർന്ന് പടമുഖം സേക്രഡ് ഹാർട്ട് ഇടവക വികാരി ഫാദർ ഷാജി പൂത്ര ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ചും ഫാമിലി കൗൺസിലറായ ജസ്റ്റി മരിയ സ്റ്റീഫൻ വാർദ്ധക്യത്തിലെ മാനസികാരോഗ്യം എന്ന വിഷയത്തെക്കുറിച്ചും ക്ലാസുകൾ നയിച്ചു. മുരിക്കാശ്ശേരി അൽഫോൺസ ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസർമാരായ ഡോക്ടർ അഞ്ജലി, ഡോക്ടർ എപി പയസ് എന്നിവരുടെ നേതൃത്വത്തിൽ വയോജനങ്ങൾക്കായി മെഡിക്കൽ ക്യാമ്പും നടത്തി. ഇടുക്കി ASP ശ്യാംലാൽ T യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ഇടുക്കി DYSP ജിൽസൺ മാത്യു, മുരിക്കാശ്ശേരി പോലീസ് SHO സന്തോഷ് KM, സ്നേഹമന്ദിരം ഡയറക്ടർ VC രാജു, വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് അംഗം സുനിത സജീവ്, ഇടുക്കി വനിതാ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ആതിര പവിത്രൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് സ്നേഹവിരുന്നും നടന്നു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കട്ടപ്പന ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വയോജന ദിനാചരണവും വനിതാ സബ് കമ്മിറ്റി സംഗമവും നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു. ഐക്യരാഷ്ട്രസഭ 1982 ചർച്ച ചെയ്തു തുടങ്ങിയ നീ എന്ന പ്രഖ്യാപനത്തിന്റെ അടിസ്ഥാനത്തിലാണ് വയോജന ദിനാചരണ പരിപാടികളുടെ ആരംഭം. KSSPUവിന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ എല്ലാ ബ്ലോക്ക് കേന്ദ്രങ്ങളിലും വയോജന ദിനമായി ആചരിക്കുകയാണ്. കട്ടപ്പനയിൽ സംഘടിപ്പിച്ച പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾ ആരെയൊക്കെ സ്നേഹിക്കാമോ, ആരെയെല്ലാം കൂട്ടു നിർത്താമോ, നിങ്ങൾ എങ്ങനെയെല്ലാം പുറത്തിറങ്ങാമോ ആ എല്ലാ രീതിയിലും നിങ്ങൾ പുറത്തിറങ്ങണം. ഇത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഒരിക്കലും നിങ്ങൾ പ്രായമായവരല്ല. വയോജനം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എനിക്കാണ് നാണക്കേട് തോന്നുക നിങ്ങളെ വയോജനങ്ങൾ എന്നൊക്കെ കേട്ടിട്ട്. അത് മറ്റുള്ളവരെയാണ് പറയേണ്ടത്. ഒരിക്കലും നിങ്ങൾ വയോജനങ്ങളല്ല. പക്ഷെ നിങ്ങളുടെ വനിതാ സബ് കമ്മിറ്റിയുണ്ട്. പക്ഷെ വനിതകളായാലും അല്ലാത്തവരായാലും നമ്മൾ വാർദ്ധക്യത്തിന്റെ സാധ്യതകൾ എന്ന വിഷയത്തിൽ HRD ഇന്റർനാഷണൽ ട്രെയിനർ ബാബു സെബാസ്റ്റ്യൻ ക്ലാസ് നയിച്ചു. വിദേശ രാജ്യത്ത് കുറച്ചു വർഷം പോയി നിൽക്കുന്ന ഒരാൾക്ക് നിങ്ങൾ അറിയുന്ന പോലെ നിങ്ങളുടെ പലരുടെയും മക്കൾ വിദേശത്ത് കാണും. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഉള്ളിന്റെ ഉള്ളിൽ അറിയാതെ അവർക്ക് മുതിർന്നവരോടൊരു സ്നേഹം ഉണ്ടാകുന്നത്രേ. അതെങ്ങനെയാണ്? അമേരിക്കയിലെ 40 ഏക്കർ വലുപ്പമുള്ള ഒരു സിമെട്രിയിലെ ഇനിയും അതിനകത്ത് 500 സ്ക്വയർ മീറ്റർ മാത്രമേ ഉള്ളൂ ശവകുടീരങ്ങൾ വരാൻ. ഒരു ദിവസം പോലും, ഒരു മണിക്കൂർ പോലും ആരെങ്കിലും 100 പേരെങ്കിലും അതിനകത്ത് ഇല്ലാത്ത ഒരു മിനിറ്റ് പോലും അവിടെ ഇല്ല. നമ്മുടെ ഇവിടുത്തെ ചെറുത്തേരിയൊക്കെ കണ്ടാലോ, എന്റെ അച്ഛനും എന്റെ അമ്മയും അന്തി ഉറങ്ങുന്ന സ്ഥലത്ത് വന്ന് നിൽക്കാതെ ഞാൻ ഒരു പ്രവർത്തിക്ക് തുടക്കം കുറിക്കുകയില്ല എന്ന് തീരുമാനിച്ച രാജ്യം. അപ്പൊ നമ്മൾ അമേരിക്ക വളർന്നു, ഇങ്ങനെ വളർന്നു, പല കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നെങ്കിൽ പോലും അങ്ങനെ ഒരു വലിയ മുതിർന്നവരോട്, പ്രായം ചെന്നവരോട്, ആധിക്യം വന്നവരോടൊക്കെ ആ കരുണ കാണിക്കുന്ന ഒരു മനസ്സുള്ളവരാണ് അവര്.
KSSPU കട്ടപ്പന ബ്ലോക്ക് പ്രസിഡന്റ് ടോമി കൂത്രപ്പള്ളി അധ്യക്ഷനായിരുന്നു. നഗരസഭാ കൗൺസിലർ സോണിയ JB, ത്രസ്യാമ മാത്യു, K ശശിധരൻ, ലീലാമ ഗോപിനാഥ്, R മുരളീധരൻ, TV സാവിത്രി, KV വിശ്വനാഥൻ, KS അഗസ്റ്റിൻ തുടങ്ങിയവർ സംസാരിച്ചു. ഉച്ചയ്ക്ക് ശേഷം നടന്ന കൗൺസിൽ യോഗം ജില്ലാ പ്രസിഡന്റ് KK സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു. പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക അനുവദിക്കുക, ക്ഷാമാശ്വാസ കുടിശ്ശിക ഗഡുക്കൾ അനുവദിക്കുക, പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കുക, കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക അവഗണന അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഒക്ടോബർ 30-ന് തൊടുപുഴയിൽ നടക്കുന്ന റാലിയും ധർണയും വിജയിപ്പിക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ കൗൺസിലിൽ ചർച്ച ചെയ്തു. കാമാക്ഷി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വയോജന സംഗമവും ദേശീയ വയോജന ദിനാചരണവും സംഘടിപ്പിച്ചു. ഓർമ്മച്ചപ്പ് എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ ആന്റണി ഉദ്ഘാടനം ചെയ്തു. കാമാക്ഷി ഗ്രാമപഞ്ചായത്തിലെ മുതിർന്ന പൗരന്മാരെ ദേശീയ വയോജന ദിനാചരണത്തിന്റെ ഭാഗമായി ആദരിച്ചു. 90 വയസ്സുവരെയുള്ളവരെ തങ്കമണി സെന്റ് തോമസ് പാരിഷ് ഹാളിൽ നടന്ന ഓർമ്മച്ചപ്പ് വയോജന സംഗമത്തിലാണ് ആദരിച്ചത്. 100 വയസ്സ് തികഞ്ഞ പെരുമ്പാപ്പിള്ളിൽ മത്തച്ചൻ, വലിയ പറമ്പിൽ കുട്ടിയമ്മ ജോസഫ്, കണ്ണക്കൽ ഏലിക്കുട്ടി വർക്കി എന്നിവരെ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ ആന്റണിയും കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനുമോൾ ജോസും മറ്റ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും അവരവരുടെ വസതിയിലെത്തിയാണ് ആദരിച്ചത്. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ ആന്റണി പരിപാടി ഉദ്ഘാടനം ചെയ്തു. അതിനുശേഷം അവരുടെ വാർത്തയിലും അന്തസ്സോടും തന്നെ ജീവിച്ചു തീർക്കുന്നു എന്നാണ് 2024 വയോജന ദിനത്തിൽ ലോക വയോജന ദിനം ഉയർത്തിയിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനുമോൾ ജോസ് അധ്യക്ഷയായിരുന്നു. സമ്മേളനത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജെസി കാവുങ്കൽ, പഞ്ചായത്ത് അംഗങ്ങളായ ഷെർലി ജോസഫ്, സോണി ചൊള്ളാമടം, ഷെർലി തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. പരിപാടിയുടെ ഭാഗമായി വയോജനങ്ങളുടെ വിവിധ കലാപരിപാടികളും നടന്നു. കാമാക്ഷി FHCയുടെ നേതൃത്വത്തിൽ മെഡിക്കൽ ക്യാമ്പും ജില്ലാ ആയുർവേദ ആശുപത്രിയുടെ നേതൃത്വത്തിൽ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും പെൻഷൻ അദാലത്തും വിവിധ വിഷയങ്ങളിൽ ക്ലാസുകളും നടന്നു. കാഞ്ചാർ സ്നേഹത്തണൽ സീനിയർ സിറ്റിസൺ ഫോറവും കട്ടപ്പന വി ക്ലബ്ബും സംയുക്തമായി വയോജന ദിനാഘോഷം സംഘടിപ്പിച്ചു. തലനരയ്ക്കുന്നതല്ല വാർദ്ധക്യം, തലനരയ്ക്കാത്തതല്ല യൗവനം എന്ന മുദ്രാവാക്യം ഉയർത്തി സംഘടിപ്പിച്ച പരിപാടി ഇടുക്കി ADM ഷൈജു P ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. വയോജനങ്ങളുടെ സുരക്ഷ, സംരക്ഷണം, അവകാശ സംരക്ഷണം, കൂടിക്കാഴ്ച തുടങ്ങിയ കാര്യങ്ങൾ മുൻനിർത്തിയാണ് വയോജന ദിനാഘോഷം സംഘടിപ്പിച്ചത്. കാഞ്ചാർ പള്ളിക്കവലിൽ നടന്ന വയോജന ദിനാഘോഷം ഇടുക്കി ADM ഷൈജു P ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിലെ മുതിർന്ന പൗരന്മാരെ കുറച്ചുകൂടെ ഒന്ന് സന്തോഷിപ്പിക്കുവാൻ, കുറച്ചുകൂടെ അവരായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഉയർത്തുവാൻ ഇവർ ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങൾ, അതായത് പ്രതിഫലേച്ഛയില്ലാതെ ഇവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അവരുടെ ജീവിതത്തിനും ഗുണകരമാകും, നിങ്ങളുടെ ജീവിതത്തിനും ഗുണകരമാകും, സമൂഹത്തിന് ഒട്ടാകെ ഗുണകരമായി അതൊരു വലിയ മാറ്റത്തിന് തുടക്കം കുറിക്കുക തന്നെ ചെയ്യും. ഞാനിപ്പോൾ ഇവിടെ പറയുന്നു, ഇവർക്ക് വരുമാനം ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു പദ്ധതി കണ്ടെത്തണം എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഇത്രയും തിരക്കില്ലായിരുന്ന എൻ്റെ താഴെ തട്ടിൽ ഞാൻ ജോലി ചെയ്യുന്ന ഭൂതകാലത്തെക്കുറിച്ച് ഞാനിങ്ങനെ ഓർത്തു പോവുക. ഞാൻ അവിടെ അയൽക്കാരോട് പറഞ്ഞു, നമ്മൾ ചെയ്യുന്ന എന്താ, നമ്മൾ എപ്പോഴും വിഷമയമായ പച്ചക്കറികൾ അന്യ സംസ്ഥാനത്തു നിന്നും കൊണ്ടുപോകും. ഞാനിങ്ങനെ അയൽക്കാരോട് പറഞ്ഞു, നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്, നമ്മളൊന്ന് കൂടാമോ, നമുക്കൊന്ന് ഒരു 3 ഏക്കർ സ്ഥലം അന്ന് ഞാൻ ചോദിച്ചപ്പോൾ പാട്ടത്തിന് കിട്ടി. ഞാൻ ചെയ്തത് എന്നാന്ന് വെച്ചാൽ എല്ലാവരെയും കൂടി, ഇപ്പം ഞാൻ ഓഫീസിൽ നിന്ന് വരുന്നത് കാത്തു നിൽക്കുമായിരുന്നു അവിടുത്തെ ലേഡീസ് ഉൾപ്പെടെ വീട്ടമ്മമാരായിട്ട്. സാറേ നമുക്ക് കളയ്ക്കാൻ പോകാമെന്ന് പറഞ്ഞു. ഞങ്ങളെല്ലാം ഒത്തൊരുമിച്ച് കളക്കി ഒരു 3 ഏക്കറിൽ കൃഷി ചെയ്തപ്പോൾ ഒരു 40 തരം വാഴക്കുലകൾ, പിന്നെ ഉണ്ടായത് പയറ്, ബീൻസ്, എനിക്കറിയില്ല എന്തൊക്കെ പച്ചക്കറികളാണെന്ന്. ഇതിന്റെ ഫലമെടുത്തിട്ട് റൈപ്പായ സാധനങ്ങൾ എടുത്ത് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അത് അന്നേരം തന്നെ അവിടെ അപ്രത്യക്ഷമാകും. കാരണം വില കൊടുത്ത് വാങ്ങാനായിട്ട് ആൾക്കാർ. ഞാൻ പറഞ്ഞത് അതൊരു കൂട്ടായ്മ, ഒരു പ്രവർത്തനം നടത്തിയപ്പോൾ അതിന് കിട്ടിയ അഭിനന്ദനങ്ങളാണ്. പരിപാടിയിൽ വയോധികരുടെ ഫാൻസി ഡ്രസ്, കഥ, കവിത, നാടൻപാട്ട്, ഡാൻസ് തുടങ്ങിയവ അരങ്ങേറി. പരിപാടിയിൽ മധു കുന്നേൽ സ്പോൺസർ ചെയ്ത ഗ്ലൂക്കോമീറ്ററുകളുടെ വിതരണവും നടന്നു. ഒപ്പം എല്ലാ വയോധികർക്കും സമ്മാനങ്ങളും ഒരുക്കിയിരുന്നു. അഡ്വക്കേറ്റ് PC തോമസ് അധ്യക്ഷനായിരുന്നു. സ്നേഹത്തണൽ സെക്രട്ടറി സന്ധ്യ ജയൻ, വി ക്ലബ് പ്രസിഡന്റ് മോനിഷ വിശാഖ്, സെക്രട്ടറി ഡോക്ടർ ലിഷ, രാജലക്ഷ്മി അനീഷ്, രാജപ്പൻ മുല്ലൂപ്പാറ, രാജു നിവർത്തിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. അയ്യപ്പൻകോവിൽ അമൃതം ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ വയോജന സംഗമം നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ പരിപാടി ഉദ്ഘാടനം ചെയ്തു.
അയ്യപ്പൻകോവിൽ പഞ്ചായത്തിലെ വയോജനങ്ങളുടെ ക്ഷേമത്തിനും കാരുണ്യ പ്രവർത്തനങ്ങൾക്കുമായി പ്രവർത്തിക്കുന്ന അമൃതം ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിലാണ് വയോജന സംഗമം നടന്നത്. വസാഡിന്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന അമൃതം ഫെഡറേഷൻ നിരവധി സന്നദ്ധ സഹായ പ്രവർത്തനങ്ങൾ വയോജനങ്ങൾക്കായി നടത്തുന്നുണ്ട്. മേരികുളം മരിയൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന വയോജന സംഗമം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ ഉദ്ഘാടനം ചെയ്തു. അവര് വീടിന്റെ ഒരു കോണിൽ ഒതുങ്ങിപ്പോകുന്നവരാണ് ഇന്ന് ഒട്ടുമുക്കാൽ മാതാപിതാക്കളും. അങ്ങനെ ഒതുങ്ങിപ്പോകുന്നവരെ സമൂഹത്തിന് മുൻനിരയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇതുപോലുള്ള ഒസാഡിന്റെ പ്രവർത്തകര് അവരെ ഗ്രൂപ്പുകളായി രൂപീകരിച്ച് ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ മാസത്തിൽ ഒരു ദിവസം അവര് ഒരു സ്ഥലം കണ്ടെത്തി അവിടെ കൂടുകയും അവരുടെ സങ്കടങ്ങൾ, അവരുടെ സന്തോഷങ്ങൾ, അവരുടെ കൊച്ചു കൊച്ചു പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിനൊരു സന്തോഷവും ഒരു മാനസിക ഉല്ലാസവും സങ്കടങ്ങളും സന്തോഷങ്ങളൊക്കെ പങ്കുവെക്കുമ്പോൾ അവർക്ക് ലഭിക്കുന്ന സന്തോഷം എന്ന് പറയുന്നത് അത് വലുതാണ്. അമൃതം ഫെഡറേഷൻ പ്രസിഡന്റ് സണ്ണി തോമസ് അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി മേരിക്കുട്ടി സെബാസ്റ്റ്യൻ, മേരികുളം ഇടവക അസിസ്റ്റന്റ് വികാരി ഫാദർ തോമസ് കണ്ടത്തിൽ, ഫാദർ ലിജോ കൊച്ചുവീട്ടിൽ, ഫാദർ സോബിൻ മുഹാലയിൽ, ആനി ജബരാജ്, ജോയി മൈക്കിൾ, ജോസ് ആന്റണി, പ്രോഗ്രാം കോർഡിനേറ്റർ കിരൺ അഗസ്റ്റിൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വയോജനങ്ങൾക്കായി വിവിധ വിഷയങ്ങളിൽ ബോധവൽക്കരണ ക്ലാസുകളും സെമിനാറുകളും നടന്നു. അയ്യപ്പൻകോവിൽ മാട്ടുക്കട്ട LP സ്കൂളിൽ കുരുന്നുകൾക്കായി കലാകായിക മത്സരങ്ങൾ സംഘടിപ്പിച്ചു. അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും PTA-യുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് മത്സരങ്ങൾ നടന്നത്. വിദ്യാർത്ഥികളിൽ കായികക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും കായികപരമായ കഴിവുകൾ വളർത്തിയെടുക്കുന്നതിനുമായിട്ടാണ് സ്പോർട്സ് ഡേ സംഘടിപ്പിച്ചത്. സ്കൂൾ അങ്കണത്തിൽ പതാക ഉയർത്തിയതിനു ശേഷം വിദ്യാർത്ഥികൾ മാർച്ച് പാസ്റ്റ് നടത്തുകയും വിവിധ മത്സരങ്ങൾ നടത്തുകയും ചെയ്തു. ഇപ്പം നമുക്ക് സാധാരണ നമ്മൾ ചെയ്യുന്നത് 2 ആഴ്ചയിൽ ഒരിക്കൽ നിങ്ങൾക്ക് വളരെയേറെ, അതായത് ക്ലാസ് മുറിക്കകത്ത് വെറുതെ പഠിച്ചല്ല, പഠനം മാത്രമല്ല, നിങ്ങൾക്ക് എപ്പോഴും വെളിയിലോട്ട് ഇറങ്ങി നടക്കുന്നതാണ് കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടം. അതിനുവേണ്ടിയാണ് നമ്മൾ 2 ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഗ്രൗണ്ടിൽ മേളിൽ കൊണ്ടുപോകുന്നുണ്ട്. അതുകൂടാതെ സർഗോത്സവമായിട്ട് നമ്മൾ എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ സർഗോത്സവം, നമ്മുടെ കലാവാസനകൾ അഭിവൃദ്ധിപ്പെടുത്താൻ വേണ്ടി നമ്മൾ എല്ലാ വെള്ളിയാഴ്ച സർഗോത്സവം നടത്തുന്നുണ്ട്. അപ്പോൾ എന്താണേലും നമ്മൾ ഇന്ന് ഒക്ടോബർ 1-ന് നമ്മുടെ ഈ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒളിമ്പിക്സ്, അതായത് കായികമേള നമ്മളിന്ന് ഉദ്ഘാടനം ചെയ്തു. പതാക ഉയർത്തി തന്നെ നമ്മളിത് ചെയ്തു. 3 ഗ്രൂപ്പുകളായി തിരിച്ചാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചത്. മത്സരത്തിൽ വിജയിച്ച ഗ്രൂപ്പിന് സമ്മാനങ്ങളും നൽകി. സ്കൂൾ ഹെഡ് മിസ്ട്രസ് റാണി തോമസ്, സീനിയർ അസിസ്റ്റന്റ് മനോജ് കുമാർ, അധ്യാപകരായ രമ്യ RL, അഖില S, ദീപ PB, PTA പ്രസിഡന്റ് ഷിൻഡോ പീറ്റർ, വൈസ് പ്രസിഡന്റ് രാജി അനീഷ്, അമ്പിളി സജി, സുഭാഷ് എന്നിവർ നേതൃത്വം നൽകി. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. മൂന്നാർ ടൗണിൽ കാൽനടയാത്രയ്ക്കായി മുതിരപ്പുഴയാറിന് കുറുകെ നിർമ്മിച്ചിട്ടുള്ള മഴവിൽ പാലത്തിന്റെ തൂണുകൾ തുരുമ്പിച്ച് അപകടാവസ്ഥയിൽ. ടൗണിൽ നിന്നും മാട്ടുപ്പെട്ടി റോഡിലേക്ക് കയറുന്നതിന് പഴയ ചർച്ചിൽ പാലത്തിന് സമാന്തരമായാണ് ഈ പാലം പണിതിട്ടുള്ളത്. ദിവസവും ധാരാളം ആളുകൾ സഞ്ചരിക്കുന്ന പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തണമെന്ന ആവശ്യം ശക്തമാണ്. മൂന്നാർ ടൗണിൽ നിന്നും മാട്ടുപ്പെട്ടി റോഡിലേക്ക് സഞ്ചരിക്കുന്നതിനായുള്ള നടപ്പാലമായാണ് മഴവിൽ പാലം നിർമ്മിച്ചിട്ടുള്ളത്. മുതിരപ്പുഴയാറിന് കുറുകെ പഴയ ചർച്ചിൽ പാലത്തിന് സമാന്തരമായാണ് ഈ പാലത്തിന്റെ നിർമ്മാണം. എന്നാൽ കാലപ്പഴക്കത്താൽ മഴവിൽ പാലത്തിന്റെ തൂണുകൾ തുരുമ്പിച്ച് അപകടാവസ്ഥയിലായി. കൈവരികളിൽ ഉപയോഗിച്ചിട്ടുള്ള ചെറിയ പൈപ്പുകൾ പല ഭാഗത്തും തുരുമ്പെടുത്ത് നശിച്ചു തുടങ്ങിയിട്ടുണ്ട്. അറ്റകുറ്റപ്പണികൾ നടത്താതിരുന്നത് പാലത്തിന്റെ ശോചനീയാവസ്ഥയ്ക്ക് കാരണമായതായി നാട്ടുകാർ പറയുന്നു. இந்த பாலம் இப்போ வேலை ஆரம்பித்ததுல இருந்து இந்த பாலத்தை இது வரைக்கும் மெயின்டெனன்ஸ் பண்ணாமல் பாலத்தினுடைய சைடு கம்பிகள் எல்லாமே உடைஞ்சி எல்லாம் ஆபத்தான நிலைமையில் தான் இருக்குது. எந்த நேரம் வந்தாலும் ஆபத்தான ஒரு சூழ்நிலை இருக்கிறதுனால அபகடம் உண்டாகிறதுக்கான ஒரு சாத்தியதை இருக்குது. பல கமிட்டிகள்லையும் தாலுக்கு விகசன சமிதியில் கொண்டு வந்தாச்சு. தாலுக்கு டிராஃபிக் கமிட்டிலையும் பல முறை இந்த காரியத்துகளை பற்றி எடுத்து சொல்லியிருக்கு. ஆனால் இதுவரைக்கும் மேல் நடவடிக்கை இதுவரைக்கும் ஒன்றும் எடுக்கலை. இப்போ பொதுவே மூணாறினுடைய பாலத்தினுடைய அவஸ்தைகள் எல்லா பாலங்களும் அபகடமான சூழ்நிலையில் தான் இருக்குது. உடனடியாக கவர்மெண்ட் இடப்பட்டு பாலத்தினுடைய வேலைகள் ஆரம்பித்து இதில் எந்தவித உயிர் சேதங்கள் இல்லாமல் பாதுகாக்கிறதுக்கான நடவடிக்கை உடனடியாக எடுக்கணும்னு கேட்டுக்கிறோம். സ്കൂൾ വിദ്യാർത്ഥികളും വിനോദസഞ്ചാരികളും ഉൾപ്പെടെ 100 കണക്കിന് ആളുകളാണ് ദിവസേന ഈ പാലത്തിലൂടെ സഞ്ചരിക്കുന്നത്. പലതവണ ആവശ്യം ഉന്നയിച്ചിട്ടും നാളിതുവരെ പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടത്താൻ ബന്ധപ്പെട്ടവർ തയ്യാറായിട്ടില്ലെന്നും പരാതിയുണ്ട്. അപകടത്തിനിട വരുത്തും മുൻപേ പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിക്കണമെന്ന ആവശ്യമാണ്
ശക്തമാകുന്നത്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. കാർഡമം ഗ്രോവേഴ്സ് ഫോർ എവർ ഏലക്കാലയിലെ വിവരം. ആകലോട്ട് 183, വിൽപ്പനയ്ക്ക് വന്നത് 33,695, വിൽപ്പന നടന്നത് 30,555, കൂടിയ വില 2,594, ശരാശരി വില 2,285. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 640 രൂപ, ഏലം കൂടിയ വില 2,300, ഏലം ശരാശരി വില 1,900. കാപ്പിപ്പരിപ്പ് 360, ഗ്രാമ്പു 950, കൊക്കോ 70, റബ്ബർ 210. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 7,050 രൂപ, വെള്ളി 101. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കട്ടപ്പന കുന്തളംപാറയിൽ വയോധികയെ വീട്ടിൽ കയറി ആക്രമിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതി മണിക്ക് ജീവപര്യന്തം തടവ്. മണി അമ്മിണിയെ കൊലപ്പെടുത്തിയത് 2020. വിവിധ വകുപ്പുകളിലായി പ്രതി 23 വർഷം ശിക്ഷ അനുഭവിക്കണം. ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. സസ്പെൻഷൻ. ചിന്നക്കനാലിൽ റവന്യൂ വകുപ്പ് സ്റ്റോപ്പ് മെമ്മോ നൽകിയ കെട്ടിടങ്ങൾക്ക് പ്രവർത്തനാനുമതി നൽകിയതിനെ തുടർന്ന് പ്രവർത്തനം നിർത്തിവെച്ച 7 കെട്ടിടങ്ങൾക്ക് പഞ്ചായത്ത് സെക്രട്ടറി വീണ്ടും അനുമതി നൽകിയതായി വിജിലൻസ് പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. ചൊക്രമുടി സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ബൈസൺ വാലി വില്ലേജ് ഓഫീസിന് മുമ്പിൽ സംഘടിപ്പിച്ച സമരം ദേവികുളം MLA അഡ്വക്കേറ്റ് എ രാജ ഉദ്ഘാടനം ചെയ്തു. മൈജോ ജോസഫ് റവന്യൂ മന്ത്രിക്ക് നൽകിയ കത്തിനെ തുടർന്നാണ് ചൊക്രമുടിയിൽ ഭൂമി അളന്നു തിരിച്ച് നൽകിയതെന്ന ആരോപണം. ചൊക്രമുടിയിൽ വില്ലേജ് ഓഫീസ് ഉദ്യോഗസ്ഥർ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിന്നെന്നും MLA. ചിന്നക്കനാടിൽ ആദിവാസി ഭൂമി വനംവകുപ്പ് കയ്യേറി. വനവിജ്ഞാപനമിറക്കിയതിൽ പട്ടികവർഗ ഏകോപന സമിതി ഗവർണർക്ക് പരാതി നൽകി. വനവിജ്ഞാപനമിറക്കിയത് ആദിവാസികൾക്ക് വിതരണത്തിനായി മാറ്റിയിട്ട ഭൂമിയാണെന്നും വിജ്ഞാപനം റദ്ദു ചെയ്ത് ഭൂമി ആദിവാസി കുടുംബങ്ങൾക്ക് പതിച്ചു നൽകണമെന്നും ആവശ്യം. ചിന്നക്കനാൽ മേഖല വനമാക്കുന്നതിന് വനം റവന്യൂ വകുപ്പുകൾ ഗൂഢാലോചന നടത്തിയെന്നും പട്ടികവർഗ സമിതി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.